ടൈൽസ് ആൻഡ് ക്വാണ്ടൈൽസ് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയാൽ ദെൻ നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഔട്ട്ലെയറിനെ എങ്ങനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഔട്ട്ലെയറിനെ എങ്ങനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫൈൻ ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ച പെർസെൻറ്റേൽസ് അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ക്വാർട്ടൈൽസ് എന്ന് പറയുന്ന Q1, Q2, Q3 അത് യൂസ് ചെയ്തിട്ടുള്ള പർട്ടിക്കുലർലി Q3 ആൻഡ് Q1 അത് യൂസ് ചെയ്തിട്ടുള്ള ചില മെട്രിക്കുകൾ, അതാണ് നമ്മൾ ഈ ഔട്ട്ലെയേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഔട്ട്ലെയർ എന്താണെന്നുള്ളൊരു ഐഡിയ പറയാം. സോ ഔട്ട്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഒരു ഡേറ്റ നമുക്കുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം കുറേ ആൾക്കാരുടെ ഇൻകം ആണെന്ന് വിചാരിക്കുക. സോ അതിൽ തന്നെ എക്സ്ട്രീംലി ആയിട്ടുള്ള വാല്യൂസാണ്, അതായത് വളരെ ഹൈ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നത് സാധാരണ ആ ഒരു ഡേറ്റയിൽ നിന്നും വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഡേറ്റ പോയിൻറ്റ്സിനെ അല്ലെങ്കിൽ വാല്യൂസിനെയാണ് നമ്മൾ ഔട്ട്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഏജ് എന്ന് പറയുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നമുക്ക് ആക്ച്വലി അറിയാം എന്താണ് ഏജ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ലൈക്ക് ഫ്യൂ മന്ത്സ് തൊട്ട് 100 ഇയേഴ്സ്, അല്ലെങ്കിൽ 100 ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് എക്സ്ട്രീം റെയർ കേസാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പോസിബിൾ. ദെൻ എന്താണ് 105, 103 ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ ടിപ്പിക്കൽ റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 0 to 90 അല്ലെങ്കിൽ 95 മേ ബി വി ക്യാൻ സേ ലൈക്ക് 105 വരെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ സപ്പോസ് നമ്മളിങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ ബൈ മിസ്റ്റേക്ക് കുറേ ആൾക്കാരുടെ ഏജ് നമ്മളൊരു ഇതിൽ ഡേറ്റയിൽ ഒരു സ്പ്രെഡ്ഷീറ്റിൽ കളക്ട് ചെയ്തപ്പോൾ ബൈ മിസ്റ്റേക്ക് കുറച്ച് ഏജസൊക്കെ നമുക്ക് റീസണബിളാണ്. പക്ഷേ എവിടെയോ ഒരിടത്ത് നമുക്ക് ഒരു എറർ, അതായത് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഹൈ നമ്പർ കിട്ടി, അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ലോ നമ്പർ കിട്ടി, ഇപ്പോൾ -5. സോ ഇറ്റ് ഈസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഏജ് അല്ല എന്നുള്ളത്. അങ്ങനെ വരാനുള്ള സാധ്യത, ഒരു മൈനസ് ഏജ് വരാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഒരു 125 വരാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. സോ അങ്ങനെയുള്ള കേസുകളിൽ ഇതെല്ലാം ഈ ഒരു ഡേറ്റയുടെ നേച്ചർ, ഏജ് എന്ന് പറയുന്ന ഡേറ്റയുടെ നേച്ചർ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് വാല്യൂസും എക്സ്ട്രീംലി ഹൈ ആയിട്ട് വരുന്ന ആ ഒരു മൊത്തത്തിലുള്ള ഡേറ്റയുടെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രീംലി ഹൈ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അതുപോലെ -5 എന്ന് പറയുന്നത് എക്സ്ട്രീംലി ലോ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. സോ ഡെഫിനറ്റ്ലി ഈ രണ്ട് വാല്യൂസും ഇതിൽ ഔട്ട്ലെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ഏജിനെ പറ്റി നമുക്കൊരു ധാരണയുള്ളത് കൊണ്ടും ഏജ് എവിടെ തൊട്ട് എവിടെ വരെ ടിപ്പിക്കലി പോകാം എന്ന് നമുക്കൊരു ഐഡിയ ഉള്ളതും കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ റോൾ ഔട്ട് ചെയ്ത് ഔട്ട്ലെയർ എന്നുള്ള രീതിയിൽ നമ്മളിതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഈ ഡാറ്റ സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡേറ്റയിൽ നിന്ന് റിമൂവ് ചെയ്യും. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് ഒരു ലോവർ കട്ട് ഓഫും ഒരു അപ്പർ കട്ട് ഓഫും വേണം. അപ്പോൾ ലോവർ കട്ട് ഓഫിന് താഴെയുള്ളതെല്ലാം നമ്മൾ ലോവർ ബൗണ്ട് എന്ന് പറയും. അതുപോലെ അപ്പർ കട്ട് ഓഫിന് മുകളിലെല്ലാം ഉള്ളതെല്ലാം ലോവർ കട്ട് ഓഫിന് താഴെയുള്ളതെല്ലാം നമ്മൾ ഔട്ട്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ പറയും. അതുപോലെ അപ്പർ കട്ട് ഓഫിന് മുകളിലുള്ളതെല്ലാം ഔട്ട്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇതിന് കുറച്ചും കൂടെ കട്ട് ഓഫ് എന്ന് പറയുന്നതിന് പകരം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് ലോവർ ബൗണ്ട് എന്ന് പറയുന്നൊരു പേരും, അതുപോലെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നൊരു പേരും യൂസ് ചെയ്തിട്ടാണ് ഇത് രണ്ടും മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ലോവർ ബൗണ്ടിന് താഴെയുള്ള അതിനേക്കാൾ ചെറുതായിട്ടുള്ള വാല്യൂസ് എല്ലാം നമ്മൾ ഔട്ട്ലെയർ എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അപ്പർ ബൗണ്ടിന് മുകളിലുള്ള വാല്യൂസ് എല്ലാം നമ്മൾ ഔട്ട്ലെയർ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ഗിവൺ ഡേറ്റയുടെ ലോവർ ബൗണ്ട് എത്രയാണ്, അപ്പർ ബൗണ്ട് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത Q1 ആൻഡ് Q2 അല്ലെങ്കിൽ Q1 ആൻഡ് Q3 യൂസ് ചെയ്തിട്ടുള്ള ചില ഇക്വേഷൻസാണ് അതിൽ യൂസ് ചെയ്തത്. സോ നമുക്കറിയാം, നമുക്ക് Q1 എന്ന് പറയുന്നത് 25th പെർസെൻറ്റേൽ കട്ട് ഓഫ് ആണ്, അല്ലെങ്കിൽ വാല്യൂ ആണ്. അതുപോലെ Q3 എന്ന് പറയുന്നത് നമ്മുടെ 75th പെർസെൻറ്റേൽ കട്ട് ഓഫ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ലൈക്ക് പെർസെൻറ്റേൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ കട്ട് ഓഫിന് താഴെ 75, ഇപ്പം Q3 75th പെർസെൻറ്റേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% ഓഫ് ഡേറ്റ ഈസ് ബിലോ Q3. അതുപോലെ Q1 25th പെർസെൻറ്റേൽ എന്ന് പറഞ്ഞാൽ 25% ഓഫ് ഡേറ്റ വിൽ ബി ബിലോ Q1. സോ നമ്മൾ Q1 ഇവിടെയാണെന്നുണ്ടെങ്കിൽ Q3 ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നമ്പർ ലൈനിൽ നമ്മുടെ ഡേറ്റ പോയിൻറ്റ്സ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ
Q3യുടെ താഴെയാണ് 75% ഓഫ് ഡേറ്റയും വരുന്നത്. അതുപോലെ Q1ൻ്റെ താഴെയാണ് 25% ഓഫ് ഡേറ്റയും വരുന്നത്. അങ്ങനെയാണെങ്കിൽ Q1നും Q3ക്കും ഇടയിൽ എന്തായിരിക്കും? 75 - 25 50% ഓഫ് ഡേറ്റ ഈ ഒരു മിഡ് റീജിയനിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, എനിവേ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നുള്ള കാര്യം പറയുന്നത്. സോ Q3 - Q1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. സോ ഈ ഒരു ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് യൂസ് ചെയ്തിട്ടാണ്, റെസ്പെക്റ്റീവ് Q1 ആൻഡ് Q3 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ഡിഫൈൻ ചെയ്യുന്നത്. സോ ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ Q1ലും താഴെ ഒരു എക്സ്ട്രീംലി ലോ വാല്യൂസിലോട്ടാണ് ഇത് പറയുന്നത്. സോ ലോവർ ബൗണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1ലും താഴെയാണ്. സോ Q1 മൈനസ് 1.5 ടൈംസ് IQR. ഇവിടെ IQR എന്ന് പറഞ്ഞാൽ Q3 - Q1. സോ ഡെഫിനറ്റ്ലി ഇതെന്താണ്, Q1ലും താഴെ ഒരു ലോവർ ഒരു ലോ കുറച്ചുകൂടെ വളരെ ചെറിയൊരു വാല്യൂവിലായിരിക്കും ആ ഒരു ലോവർ ബൗണ്ട് എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. അതുപോലെ അപ്പർ ബൗണ്ടിൻ്റെ ഇക്വേഷൻ അത് Q3യേക്കാളും ഹൈ വരണം. സോ ഓക്കെ, അപ്പോൾ Q3 പ്ലസ് 1.5 ഇൻറ്റു IQR. ഓക്കെ, സോ ഡെഫിനറ്റ്ലി Q3 ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ പോയിൻറ്റ്സിന് ശേഷമായിരിക്കും ഈ ഒരു അപ്പർ ബൗണ്ട് എന്ന് പറയുന്ന പൊസിഷൻ വരുന്നത്. സോ ഇതിലും അപ്പുറത്തോട്ട് എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതുപോലെ ലോവർ ബൗണ്ടിൻ്റെ താഴത്തോട്ട് എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഔട്ട്ലൈസ് ഉള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് വൺ വേ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഔട്ട്ലെയറിനെ ഡിറ്റക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. സോ ബേസിക്കലി അതിൻ്റെ ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Q1 ആൻഡ് Q3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് IQR കണ്ടുപിടിക്കാം. IQR കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കാം. സോ ആ രണ്ട് എക്സ്ട്രീമിന് പുറത്തുള്ള ഏത് വാല്യൂവും നമുക്ക് ഔട്ട്ലെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ that is about outliers. One way of doing, statistically ഔട്ട്ലയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ഡൂയിങ് ആണ് ഈ ഒരു അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് ആൻഡ് IQR മെത്തേഡ് എന്നുള്ള രീതിയിൽ ഈ ചെയ്തത് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്.